അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. وقالت لي أختي قصيه فبصرت به عن جنب وهم لا يشعرون. ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബന്ധമുള്ളത് സഹോദരങ്ങളോടാണ്. സ്വന്തം ആങ്ങള പെങ്ങള് ബന്ധം അത് വളരെ തീവ്രമാണ്, വളരെ ഊഷ്മളമാണ്, ആയിരിക്കണം. ഒരു വീട്ടിൽ പിറന്നു വീണവർ, ഒരേ മാതാപിതാക്കളുടെ മക്കൾ, ഒന്നിച്ച് വളർന്നു വന്നവർ, ഒന്നിച്ച് ഉണ്ട് ഉറങ്ങി കളിച്ച് കുസൃതി കാണിച്ച് വളർന്നു വന്ന ഒരേ വീട്ടിലെ രക്തബന്ധങ്ങൾ. ഇതിനെ സംബന്ധിച്ച് സൂറത്ത് നിസായിലെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. ആ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബകളുടെ ആമുഖമായി കേൾപ്പിക്കാറുള്ള 3 ആയത്തുകൾ ഒന്നാണെന്ന് നമുക്കറിയാം. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. മനുഷ്യരെ, ഒരാളിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കണം. വഖലഖ മിൻഹാ സൗജഹ. ആ ആളിൽ നിന്ന് അതിന്റെ ഇണയെ സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ആ ആദിമ മാതാപിതാക്കളിൽ നിന്ന് അനേകം സ്ത്രീ പുരുഷന്മാരെ അഥവാ സഹോദരി സഹോദരന്മാരെ അള്ളാഹു ഈ ഭൂമിയിൽ വിന്യസിച്ചു. വിവിധ ഭൂഖണ്ഡങ്ങളിൽ, രാഷ്ട്രങ്ങളിലായി, ഭാഷകളിലായി, നിറങ്ങളിലായി, സംസ്കാരങ്ങളിലായി, ശൈലികളിലായി ജീവിക്കുന്ന മനുഷ്യർ വാസ്തവത്തിൽ എല്ലാവരും, നമ്മളൊന്ന് വളരെ ബാക്കിലേക്ക് പോയാൽ എല്ലാവരും ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. അതിൽ തങ്ങളും നമ്പൂതിരിയും ദളിതനും നിറമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും അടിസ്ഥാനപരമായി ഒന്നാണ്. അതിനപ്പുറം ഒരേ വീട്ടിൽ ഏത് കാലത്തും പിറന്നു വീണ സഹോദരി സഹോദരന്മാര് തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട്. അത് നമ്മളുടെ സഹോദരിമാര്, നമ്മൾക്ക് 3 തരത്തിലാണ് സഹോദരി സഹോദരന്മാരുണ്ടാകുക. ഒന്ന് അൽ ഉഖ്തു അഷ്ശഖീഖത്തു, ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരി. അൽ അഖു ഷഖീഖ്, ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരൻ. ബാപ്പ മാത്രം ഒത്ത, ഉമ്മ മാത്രം ഒത്ത, ഇങ്ങനെയാണ് നമ്മൾക്ക് സഹോദരന്മാര് ഉണ്ടാവുക. ഇതില് ഈ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ബന്ധം, ഈ സഹോദരനെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു പെൺമനസ്സ്, അതാണ് സഹോദരിയുടേത്. അവന്റെ ഉയർച്ചയിൽ അവള് അഭിമാനിക്കുന്നു, അവന്റെ ദുഃഖത്തിൽ അവള് പങ്കുചേരുന്നു, അവന്റെ വേർപാടിൽ അവൾ വേദനിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഊഷ്മളമായ ബന്ധം. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ജീവിച്ചിരുന്ന ഒരു മഹദിയാണ് ഖൻസ റളിയല്ലാഹു തആല അൻഹ. നമ്മൾ കേട്ടിട്ടുണ്ടാവും അവരെ കുറിച്ച്. അറബി കോളേജിലൊക്കെ പഠിച്ച ആളുകൾക്ക് തീർച്ചയായും അവരെ ഓർമ്മയുണ്ട്. അവരെ കവിത അവരുടെ മനസ്സിലുണ്ട്. അവരുടെ പ്രിയ സഹോദരൻ സൊഹ്ർ യുദ്ധത്തിൽ വധിക്കപ്പെട്ടപ്പോ ഖൻസ ആ സഹോദരനെ ഓർത്ത് പാടിയ വരികള് വളരെ പ്രസിദ്ധമാണ്, ലോകപ്രസിദ്ധമാണ് ആ വരികള്. അതാണ് ഒരു സഹോദരി മനസ്സ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സഹോദരിയെ സംബന്ധിച്ച്, സഹോദരന് വേണ്ടി നടത്തുന്ന, തന്റെ കുഞ്ഞനിയന് വേണ്ടി നടത്തുന്ന ത്യാഗ പരിശ്രമങ്ങളെ കുറിച്ച് അള്ളാഹു സൂറത്ത് ഖസസിലും ത്വാഹയിലും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. വഖാലത്ത് ലി ഉഖ്തിഹി. മഹാനായ മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനനം ഉണ്ടായത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ജനിച്ചത് ഇസ്രയേൽ വംശത്തിലാണ്. അന്ന് നാട് വാഴുന്നത് ഫറോവയാണ്, ഖിബ്തി വർഗക്കാരനായ ഫിർഔനാണ്. ഈ ഫിർഔനോട് ആരോ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, ഈ ഇസ്രയേലിൽ ജനിക്കുന്ന ഒരു ആൺതരി മുഖേന നിങ്ങളുടെ ഭരണം തകരും, നിങ്ങൾ വധിക്കപ്പെടുമെന്ന്. നമുക്ക് ആ ചരിത്രം അറിയാം. അപ്പോ അതുകൊണ്ട് അതിനുള്ള പരിഹാരം എന്താണ്? അയാളെ മനസ്സിൽ തോന്നിയ പരിഹാരം,
യുദബ്ബിഹൂന അബ്നാഅഹും, ഇസ്രായേലിയരിൽ പിറക്കുന്ന ആൺകുട്ടികളെ മൊത്തം അറുത്തുകൊല്ലുക. അങ്ങനെ ഒരു ഇസ്രായേലി ഉമ്മ ഗർഭിണിയായാൽ, പ്രസവിച്ചാൽ വലിയ ആശങ്കയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഒരു ഇസ്രായേലി കുടുംബത്തിൽ മഹാനായ മൂസ അലൈഹി ഇസ്ലാം ജനിക്കുന്നത്. ഈ സമയത്ത് എന്താണ് സ്ഥിതി? അള്ളാന്റെ കൽപ്പന ഉണ്ടായി, അള്ളാന്റെ ഇടപെടൽ ഉണ്ടായി. നമുക്കറിയാം, അനിഖ്ദി ഫീഹി ഫിത്താബൂത്തി ഫഖ്ദി ഫീഹി ഫിൽ യമ്മി, ഒരു പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിൽ ഒഴുക്കാനാണ്. ഈ സമയത്ത് അസ്ബഹത്ത് ഫുആദു ഉമ്മി മൂസ ഫാരിഗ, ആ മാതൃഹൃദയം ശൂന്യമാവുകയാണ്. തന്റെ ചോരപ്പൈതൽ ഒരു മരപ്പെട്ടിയിലായി ആ നൈലിന്റെ ഓളങ്ങളിൽ ഒഴുകി ഒഴുകി അകലുമ്പോൾ ആ മാതാവിന്റെ ഹൃദയത്തിൽ പിന്നെ വേറെന്ത് ചിന്തക്കാണ് സ്ഥാനം ഉണ്ടാകുക? വേറെന്ത് വിചാരം ഉണ്ടാകുക? തന്റെ കുഞ്ഞിനടുത്ത സമയം എന്ത് സംഭവിക്കുമെന്ന ആധിയിലാണ് ആ പ്രിയ മാതാവ് ഉള്ളത്. ആ സമയത്ത് ഉമ്മ പറയുന്നു, വഖാലത്തി ഉഖ്തിഹി, തന്റെ മോളോട് എന്നല്ല അള്ളാഹു ഉപയോഗിക്കുന്ന വാക്ക്, തന്റെ ഈ ഒഴുകിപ്പോകുന്ന മൂസ അലൈഹി ഇസ്ലാം എന്ന ഇളം പൈതലിന്റെ പെങ്ങളോട് പറഞ്ഞു എന്നാണ്. ആ പ്രയോഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. വഖാലത്തിൽ ഉഖ്തിഹി ഖുസ്വിഹി, മോളെ നീ പോയിട്ട് ആ കുഞ്ഞിനെ ഒന്ന് ഫോളോ ചെയ്യണം, ഒന്ന് പിന്നാലെ പോണം. ഫബസുറത്ത് ബിഹി അൻ ജുനുബിൻ വഹും ലാ യശ്ഉറൂൻ, അങ്ങനെ ആ ഇത്താത്ത, ആ പെങ്ങള് തന്റെ ഇളം പൈതലായ ആങ്ങളെ പിന്തുടർന്നുകൊണ്ട് വളരെ തന്ത്രപരമായി കൗശലത്തോടു കൂടി ആ കുഞ്ഞിനെ കണ്ടെടുത്ത ഫറോവയുടെ കുടുംബക്കാരും പട്ടാളക്കാരും അറിയാത്ത രീതിയിൽ അവനെ നിരീക്ഷിക്കുന്ന ഒരു ചരിത്രം അള്ളാഹു സൂറത്ത് ഖസസ് 11-12 ആയത്തുകൾ പറയുന്നുണ്ട്. വഹറംന അലൈഹിൽ മറാളിഅ മിൻ ഖബ്ലു, ഈ കുഞ്ഞ് ഒരു സ്ത്രീയുടെയും പാല് കുടിക്കാൻ തയ്യാറാകുന്നില്ല. ഫഖാലത്ത്, ആ ഒരു പ്രതിസന്ധി സമയത്ത് ഇടപെട്ടുകൊണ്ട് ഈ പെങ്ങള് ഫറോവയുടെ കൊട്ടാരത്തിൽ ചെന്ന് സംസാരിക്കുകയാണ്. ഹൽ അതുല്ലുക്കും അല അഹ്ലി ബൈത്തിൻ യക്ഫുലൂനഹു ലക്കും, നിങ്ങൾക്കായി ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ തയ്യാറുള്ള ഒരാളെ, ഒരു കുടുംബത്തെ ഞാൻ അറിയിക്കട്ടെയോ? വഹും ലഹു നാസിഹൂൻ, അവർ ഈ കുഞ്ഞിനോട് ഏറെ സ്നേഹവും കരുതലുമുള്ളവരാണ്. അങ്ങനെ സ്വന്തം മാതാവിലേക്ക് ഈ കുഞ്ഞിനെ തിരിച്ചെത്തിക്കാനായി ആ ഇത്താത്ത, ആ ഒരു പെങ്ങള് ഇടപെട്ട ചരിത്രം അള്ളാഹു അവിടെ നമ്മൾക്ക് വിശദീകരിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് വിശുദ്ധ ഖുർആൻ സഹോദരി സഹോദരന്മാരുടെ ബന്ധത്തെ നമ്മൾക്ക് വരച്ച് കാണിച്ചു തരുന്നത്. സഹാബിമാര് പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ഞങ്ങൾ മദീനയിലെത്തി, ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയപ്പോൾ മിമ്പറിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നത് യദുൽ മുഅതി അൽ ഉലിയ, കൊടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്, സാമ്പത്തിക സഹായം നൽകാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പറയുന്നു, കൊടുക്കുന്ന കൈ അതെപ്പോഴും ഉയർന്നു നിൽക്കും. വബ്ദഅ ബിമൻ തഊലു, നീ സംരക്ഷിക്കേണ്ടവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. ഉമ്മക വ അബാക വ ഉഖ്തക വ അഖാക സുമ്മ അദ്നാക, നിന്റെ ഉമ്മാക്ക് ആദ്യം, നീ ഉമ്മയെ ആദ്യം നോക്കണം, ഉമ്മയുടെ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. സാമ്പത്തിക ബാധ്യതയിൽ ഉമ്മയുടെ കാര്യം, ഉമ്മയുടെ ചികിത്സ, ഉമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഉമ്മയുടെ റൂം, ഉമ്മയുടെ സൗകര്യങ്ങള് എല്ലാം. പിന്നെ വ അബാക്ക, പിതാവ്, വ ഉഖ്തക, നിന്റെ പെങ്ങള്, വ അഖാക്ക, നിന്റെ സഹോദരൻ, സുമ്മ അദിനാക്ക, പിന്നെ അടുത്ത ബന്ധം ഉള്ളവരെ. ഈ രീതിയിൽ നമ്മൾ സാമ്പത്തികമായുള്ള നമ്മളുടെ ബാധ്യതയുടെ മുൻഗണനാക്രമം ആ ഖുതുബയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിക്കുക മാത്രമല്ല, പ്രായോഗിക രംഗത്തും ഇത് നടപ്പിലാക്കുന്നത് കാണാം. ഈ ഹജ്ജിന്റെ തിരക്കിനിടയിൽ പിന്നെ അകലെ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹോദരിയായ ഷൈമയെ കാണുകയാണ്. നമുക്കറിയാം, നമ്മുടെ നേതാവിന് നേർ സഹോദരിമാരില്ല. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞുനാളിൽ പാല് കുടിച്ചു വളർന്നിട്ടുണ്ട്. അവിടെയുള്ള മുലകുടി ബന്ധത്തിലെ പെങ്ങളാണ് ഈ ഷൈമ. ആ ഷൈമ ബിൻത്ത് ഹലീമയെ ഈ ആങ്ങളെ മറന്നിട്ടില്ല, എങ്ങനെ മറക്കും? ആ ജയറാനയിൽ ആ തിരക്കിനിടയിൽ തന്റെ പെങ്ങളെ അകലെ കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടു, അവരെ ക്ഷണിച്ചു. ഫബസത ലഹാ റിദാഅഹു, തന്റെ തട്ടം അവർക്കായി വിരിച്ചു, അവർക്ക് വിരിപ്പൊരുക്കി. എന്നിട്ട് അവരെ സ്വീകരിച്ച് പരിഗണിച്ച് ഇരുത്തുകയാണ്. വഖാല സലി തുഅത്തായ്, എന്താ പെങ്ങളെ വേണ്ടത്? ചോദിച്ചോളൂ, ഞാൻ തരാം. വഷ്ഫഇ തുശഫഇ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാനത് ഇടപെട്ട് പരിഹരിച്ചു തരാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആങ്ങള, നേർക്ക് നേരെ ഒരു ജേട്ടനോ അനിയനോ ജേട്ടത്തിയോ അനിയത്തിയോ ഇല്ലാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അകന്ന പെങ്ങളെ, നമ്മളൊക്കെ പലപ്പോഴും അറിയാതെ പോകുന്ന ഈ അകന്ന ബന്ധം പരിഗണിക്കുന്നത് ഇമാം തിർമിദി റഹ്മഹുല്ല രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് നമ്മൾ ഈ ആങ്ങളമാരുടെ മക്കളും അവരുടെ ഭാര്യമാരും ഒന്നും മറന്നു പോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ പെങ്ങള് അവളെങ്ങാനും ഒന്ന് പ്രയാസപ്പെട്ടാല്, നമ്മളുടെ പിതാവ് മരണപ്പെട്ട് പിന്നെ പെങ്ങൾക്ക് വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായ സമയത്ത്, അല്ലെങ്കിൽ അവളുടെ വിവാഹം കഴിഞ്ഞ് അവരുടെ ഭർത്താവ് എങ്ങാനും മരിച്ച് വൈധവ്യത്തിലേക്ക് ഇവർ മാറിയാല്, അല്ലെങ്കിൽ അവരെ വിവാഹ ജീവിതം പരാജയപ്പെട്ട് തൊലാക്ക് നടന്ന് അവരും മക്കളും തിരിച്ച് നമ്മളുടേക്ക് വരികയാണെങ്കിൽ, അതേപോലെ അവർക്ക് സമ്പത്തും പ്രാപ്തരായ മക്കളും ഇല്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായാല് ഈ സമയത്താണ് ആങ്ങളമാരാകേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അഹദും മിൻ ഉമ്മത്തി യഊലു സലാസ ബനാത്തിൻ ഔ സലാസ അഖവാത്തിൻ, 3 പുത്രിമാരെ അല്ലെങ്കിൽ 3 പെങ്ങന്മാരെ ഒരാള് സംരക്ഷിക്കുകയാണെങ്കിൽ എങ്ങനെ, യുഹ്സിനു ഇലൈഹിന്ന, അവരോട് ഏറ്റവും നന്നായി പെരുമാറിക്കൊണ്ട്, ഇല്ലാ കുന്നലഹു സിത്രം മിനന്നാരി, നരകത്തിൽ നിന്നും അവർ ഇയാൾക്ക് കാവലാകാതിരിക്കില്ല എന്ന് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുന്നുണ്ട് വിശ്വാസികളെ. വേറൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, ഔ ഇബ്നത്താനി ഔ ഉഖ്താനി, അല്ലെങ്കിൽ 2 പുത്രിമാര് അല്ലെങ്കിൽ 2 പെങ്ങന്മാര്, ഫഅഹ്സന സുഹ്ബതഹുമ, അവരോടുള്ള പെരുമാറ്റം നന്നാക്കുക, വത്തഖല്ലാഹ ഫീഹിന്ന, അവരെ കാര്യത്തിൽ അള്ളാനെ പേടിക്കാം, അങ്ങനെയാണെങ്കിൽ ഫലഹുൽ ജന്നത്തു, അയാൾക്കാണ് സ്വർഗമുണ്ടാവുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ സാമ്പ്രദായികമായി ചില ബാധ്യതകൾ ആങ്ങളമാർ ഏറ്റെടുക്കാറുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ പെങ്ങളുടെ കുട്ടിയുടെ സുന്നത്ത് കർമ്മം അത് അമ്മാവന്മാരുടെ ആങ്ങളമാരുടെ ഒരു കടമയാണ്. അതേമാതിരി അവരെ വീട് ഉദ്ഘാടനം, പെങ്ങളും അളിയനും വീട് വെച്ചാല് ആ വീടിന്റെ കാര്യങ്ങൾക്ക് അവിടെ ഫർണിച്ചറും ഉപകരണങ്ങളും കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത്, അതേ ഇങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില ചടങ്ങ്, ഇതിലൊന്നും ഒതുങ്ങി നിൽക്കാതെ, എന്നാൽ അതൊരു ഭാരമായി തീരുകയും ചെയ്യാതെ ഈ ആങ്ങളമാരുണ്ട് എന്ന രീതിയിൽ പരമാവധി അവരെ ചേർത്ത് പിടിക്കണം. അപ്പോ അവർക്ക് ഇപ്പൊ ചില പ്രദേശങ്ങളിലൊക്കെ കാണാവുന്ന ഒരു കാഴ്ച ഉണ്ട്. ആങ്ങളമാരൊക്കെ എവിടെങ്കിലൊക്കെ വിദേശത്തോ അവിടെയൊക്കെ പോയി നല്ല ജോലിയൊക്കെ ആയി പൈസയൊക്കെ ആയി അവര് നല്ല നല്ല വീടൊക്കെ വെച്ചിട്ടുണ്ടാകും. പിന്നെ ചിലപ്പോ അതേ പറമ്പിൽ തന്നെ ഒരു പഴയ മോഡല്, ഒരു 30 കൊല്ലം പഴക്കമുള്ള ഒരു പരിഷ്കാരവും വരാത്ത ചില ഓടുമേഞ്ഞ കൂരകളൊക്കെ ഉണ്ടാവും. അപ്പുറമൊക്കെ വലിയ വലിയ പറമ്പൊക്കെ ഉയർത്തിയിട്ട് വലിയ വലിയ വീട് ഒക്കെ ഉയർത്തിയിട്ടുണ്ടാകും. ആ പോർച്ചിൽ വലിയ കാറും സൗകര്യമൊക്കെ ഉണ്ടാകും. എന്നാൽ ഈ വീട് ആ പഴയ അവസ്ഥയിൽ. എന്താ സംഭവിച്ചത്? അതൊരു ഇക്കാക്കാന്റെ പേരെയാണ്. വാപ്പ സ്വത്ത് ഓരി വെച്ചപ്പോ, സ്ഥലം വീതിച്ചപ്പോ ഒരു ഇക്കാക്കാന്റെ ഓഹരിയാണ്, അല്ലെങ്കിൽ ഒരു പെങ്ങളുടെ ഓഹരിയാണത്. അവർക്ക് ഒരു വകയില്ല. അവരെ മക്കള് ഒരു പക്ഷേ ബുദ്ധി വികാസം ഇല്ലാത്തവരായി പോയി, അല്ലെങ്കിൽ അവർ തളർന്നുപോയി. ഒരു പെങ്ങള്, അവളുടെ വിഹിതമാണത്. അവള് വിവാഹം പരാജയപ്പെട്ട് ആ വീട്ടില് ഒറ്റക്ക്, അല്ലെങ്കിൽ അവളുടെ 1-2 പ്രാപ്തിയില്ലാത്ത മക്കളുമായി കഴിയേണ്ടി വരുന്നു. ഇതൊരു സങ്കട കാഴ്ചയല്ലേ? നമ്മളൊന്ന് പിന്നെ ആങ്ങളമാരൊന്ന് വിചാരിച്ചാൽ, ഒരൊറ്റ ആങ്ങള മതി. അവർ വിചാരിച്ചാല് ഇതൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടാന് സാധിക്കുകയില്ല. ഒരാങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാണ്ട്. അദ്ദേഹത്തിന് ഉഹദിലേക്ക് പോകാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ജാബിറെ, ഞാൻ പോട്ടെ, 9 പെങ്ങന്മാരുണ്ട് നിനക്ക്, ഞാനും നീയുംപാടെ പോയാല് നമ്മളെ പെൺകുട്ടികളെ അവസ്ഥ എന്താകും? അപ്പോ നീ ഇവിടെ നിൽക്കുക, ഞാൻ പോകാം. അങ്ങനെ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉഹദിൽ പങ്കെടുത്തു. അദ്ദേഹം ഷഹീദായി തിരിച്ചു വന്നില്ല റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ അള്ളാഹു കൊണ്ടുപോയി. പിന്നീട് ഈ ജാബിർ റളിയല്ലാഹു അൻഹു ആണ് ഈ പെങ്ങന്മാർക്കായി ഒരൊറ്റ ആണ് ജീവിക്കുന്നത്. ഒരൊറ്റ ആങ്ങളെ മതി 8ഉം 10ഉം പെങ്ങന്മാരെ സംരക്ഷിക്കാന്. അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ് വരുന്ന രംഗണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തസവ്വജത്താൻ, ജാബിറെ കല്യാണം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞു. ആ നബിയെ, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ബിക്രൻ അം സയ്യിബൻ, ഒരു പിന്നെ കന്യകയാണോ അതോ വിവാഹമുക്തയാണോ, ആരാ നിന്റെ മണവാട്ടി എന്ന് ചോദിച്ചു. പ്രവാചകരെ, ഒരു വിവാഹമുക്തയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു രണ്ടാം കെട്ടുകാരിയാണ് ഞാൻ ആദ്യമായിട്ട് വിവാഹം കഴിക്കണമെന്നാണ്. ജാബിറിന് 1ാം കല്യാണമാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു 2ാം കെട്ടാണ്. അപ്പൊ എന്താ അങ്ങനെ ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ പ്രവാചകൻ, അങ്ങക്ക് അറിയാമല്ലോ, ഇന്നലെ അഹവാത്തി, എനിക്ക് കുറെ പെങ്ങന്മാരില്ലേ, ഫഅഹ്ബബ്തു അൻ അതസവ്വജ ഇംറഅതൻ, ഞാൻ വിവാഹം കഴിക്കുന്നത് എന്റെ ഒരു ഭാര്യ മാത്രല്ല അവരുടെ ഉമ്മ കൂടി ആകണം എന്നാണ്. തജ്മഉഹുന്ന, അവരൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പക്വതുള്ള, വതജ്തുവശിതുഹുന്ന, അവരുടെ മുടിയും കാര്യമൊക്കെ ഒന്ന് സംരക്ഷിക്കാനുള്ള മനസ്സുള്ള, വതഖൂമു അലൈഹിന്ന, അവരെ കാര്യം നോക്കാൻ സന്നദ്ധതയുള്ള അങ്ങനെ ഒരു മുതിർന്ന സ്ത്രീയാണ് എന്ന് വേറെ റിപ്പോർട്ടിൽ കാണാം. ഫകരിഹ്തു അൻ അതസവ്വജ മിസ്ലഹുന്ന, അവരെ പോലെ ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുവന്നിട്ട്, നമ്മൾ ഈ നാത്തൂമ്പോര് എന്നൊക്കെ പറഞ്ഞില്ലേ,
അപ്പൊ ആ രീതിയിൽ വരാതിരിക്കാൻ അവരുടെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പെണ്ണ്, അതാണ് ഈ ചെറുപ്പക്കാരൻ. ആ ജാബിറിനും കുറെ സ്വപ്നങ്ങളും മോഹങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ ഒരാങ്ങളയുടെ മനസ്സ് മഹാനായ സ്വഹാബി ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ പ്രിയപ്പെട്ട വിശ്വാസി സുഹൃത്തുക്കളെ, നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മളെ കുടുംബത്തിൽ ഒരാളുടെ വിവാഹം മുടങ്ങി, ഇണ മരിച്ചു, അല്ലെങ്കിൽ വിവാഹ ബന്ധം ത്വലാഖിൽ കലാശിച്ചു, ഇങ്ങനെയൊക്കെ വരുമ്പോ ഒരിക്കൽ തന്നെ ചെയ്തു കൊടുത്തതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയുള്ളൂ എന്ന രീതിയിൽ പിന്നെ നമ്മളത് അവിടെ സൈഡിലിടുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ 70 വയസ്സൊക്കെ കഴിഞ്ഞ വാപ്പ, നമ്മളെ ഉമ്മ മരിച്ചിട്ട് വാപ്പ ഒറ്റപ്പെടുമ്പോ ചില മക്കളൊക്കെ ചിന്തിക്കും വാപ്പാക്ക് ഇനിയിപ്പോ എന്തിനാ. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഒരു ഭാര്യയുടെ സ്ഥാനത്ത് ഭാര്യക്കല്ലേ കഴിയുള്ളൂ, ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് ഭർത്താവിനല്ലേ കഴിയുള്ളൂ. അത് വേണ്ടപ്പെട്ട അനിയന്മാരും ചേട്ടന്മാരും അളിയന്മാരും മക്കളും ആരാണെന്ന് വെച്ചാൽ ഇടപെട്ടിട്ട് മാനസിക വിശാലത കാണിച്ചിട്ട് ചെയ്യണം. മഹാനായ സ്വഹാബി മഅഖിൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഒരു അനുഭവം പറയുന്നുണ്ട്. എന്റെ ഒരു പെങ്ങളെ അവളെ ഭർത്താവ് ത്വലാഖ് ചെയ്തു. യുദ്ധകാലത്ത് തിരിച്ചെടുക്കാൻ അയാൾ തയ്യാറായില്ല. അപ്പോ യുദ്ധം കഴിഞ്ഞു, പിന്നെ ഇയാളെ മനസ്സ് മാറി, പെങ്ങളെ മനസ്സും മാറി. ത്വലാഖ് കഴിഞ്ഞിരിക്കുകയാണ്, എന്ത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ രണ്ടാക്കും മനം മാറ്റം, ഒന്നിച്ചാ തിരക്കില്ല എന്നായി. അങ്ങനെ അയാൾ വിവാഹാന്വേഷണവുമായിട്ട് വന്നു. പെങ്ങളെ മനസ്സും മാറിയിട്ടുണ്ട്, അയാളെ മനസ്സും മാറിയിട്ടുണ്ട്. പക്ഷെ ആങ്ങളെ ആയ മഴക്കിലുള്ളവനും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അദ്ദേഹം അദ്ദേഹത്തെ അധിക്ഷേപിച്ച് ചീത്ത പറഞ്ഞ് തിരിച്ചയച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അള്ളാഹു തിരിച്ചയച്ചില്ല. അള്ളാഹു ഇടപെട്ടു. മഴക്കിൽ ഉള്ളവനോ എന്റെ വിഷയത്തിൽ പടച്ച റബ്ബ് 7-ാം ആകാശത്ത് നിന്ന് ഇടപെട്ടു എന്നാണ്. ഓയിദാ തൊല്ലക്കത്തും നിസാ ഫബലഗന അജലഹുന്ന ഫലാ തഅദുലൂഹുന്ന അൻ യൻകിഹന അസ്വാജഹുന്ന ഇദാ തറാലു ബൈനഹും ബിൽ മഅറൂഫ്. സൂറത്ത് അൽ ബഖറ 232 ആയത്ത് അള്ളാഹു ഇറക്കി. നിങ്ങൾ വിവാഹം മോചനം നടത്തേണ്ടി വന്നിട്ട് യുദ്ധകാലം കഴിഞ്ഞും നിങ്ങൾക്ക് പിന്നെ അവരെ തിരിച്ചെടുക്കാൻ മോഹമുണ്ടെങ്കിൽ ഫലാ തഅദുലൂഹുന്ന, ബന്ധപ്പെട്ടവരെ നിങ്ങൾ അവരെ മുടക്കരുത് എന്നാണ്, തടയരുത് എന്നാണ്. അവർക്ക് പഴയ ദമ്പതിമാർക്ക് മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ, അവർ വീണ്ടും ഒന്നിക്കാൻ മനസ്സ് പാകപ്പെട്ടെങ്കിൽ ഫലാ തഅദുലൂഹുന്ന, നിങ്ങളായിട്ട് അത് മുടക്കരുത് എന്ന് അള്ളാഹു ഇടപെട്ടു എന്ന് ആ സഹാബി മഅഖിൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഇണയും തുണയും ഒക്കെ ഇല്ലാത്തവർക്ക് ആവശ്യമായ സമയത്ത് അത് സംഘടിപ്പിച്ചു കൊടുക്കാൻ വൻഗഹുൽ അയാമാം എനിക്കും എന്നൊക്കെ അള്ളാഹു പറഞ്ഞില്ല. ഇണയില്ലാത്തവർക്ക് നിങ്ങൾ ഇണയുണ്ടാക്കി കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചല്ലോ. ആ രീതിയിൽ അനന്തരാവകാശം കൈകാര്യം ചെയ്യുന്നിടത്തൊക്കെ ആങ്ങളമാരൊക്കെ ശ്രദ്ധിക്കാണ്ട് കല്യാണ സമയത്ത് ഇത്ര കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുനിന്ന് വരുത്തി തീർത്ത് ഒതുക്കുന്ന രീതിയൊക്കെ പലയിടത്തും ഉണ്ടാവാറുണ്ട്. ഒരൊറ്റ ഹദീസ് കൂടി എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ വരുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നി ഉഹദ്ദിജു അലൈക്കും ഹഖ്ഖൽ ളഈഫൈൻ, ദുർബലരായ 2 വിഭാഗത്തിന്റെ അവകാശങ്ങൾ എടുക്കുന്നത് ഞാൻ തടയുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. അൽ യതീം വൽ മർഅ, അനാഥയും സ്ത്രീയുമാണത്. അവരെ കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, അവഗണിക്കരുത്, അവരുടെ അവകാശത്തിൽ കൈവെക്കരുത് എന്ന് ഒരു മുന്നറിയിപ്പ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ദീനിനെ വില കൽപ്പിക്കുന്ന ആളുകൾ എന്ന നിലക്ക് അവരാണല്ലോ ഈ നേരത്തൊക്കെ സുബഹി ജമാഅത്ത് കഴിഞ്ഞിട്ട് ഇത്തരം ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാൻ തയ്യാറാകുക. നമ്മളുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ എന്താണ് നമ്മളുടെ ബന്ധം, ആ കാര്യങ്ങളൊക്കെ എങ്ങനെ കിടക്കുന്നു, പങ്ങന്മാരെയൊക്കെ കാണാനൊക്കെ പോകാറുണ്ടോ, അവരെ വിളിക്കാറുണ്ടോ, പിന്നെ അവരെ നമ്മളെ ക്ഷണിക്കാറുണ്ടോ, ഫോൺ ബന്ധം എങ്ങനെയാണ്, ഈ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവത്തിന്റെ ഒക്കെ പേരിൽ മാനസികമായി അകന്ന് പല കൊമ്പത്തും കഴിയുന്നവരുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരാൻ നമ്മൾക്ക് സാധ്യമാവണം. ഒരു ചെറിയ ബന്ധം ആയിട്ടല്ല നമ്മളുടെ മതം ഈ ആങ്ങള ബന്ധത്തെ കാണിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കടമകളുണ്ട്. ആ രീതിയിൽ നമ്മളെ മക്കളെയൊക്കെ ഒന്ന് ഇതിന്റെ വിലയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇടയ്ക്കൊന്ന് വണ്ടി എടുത്തിട്ട് നമ്മളെ പങ്ങന്മാരെ വീട്ടിലൊക്കെ ഒന്ന് പോയി, പറ്റുമെങ്കിൽ അവിടെയൊക്കെ ഒന്ന് താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവരൊക്കെ ഇങ്ങോട്ട് കുടുംബസമേതം എല്ലാവരും ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് പിന്നെ ആ നല്ല കുടുംബ ബന്ധം, നമ്മുടെ ഉമ്മയും ഉപ്പയും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഹൃദ്യമായ ബന്ധം, അവിടെ എന്തെങ്കിലും സംഗതി ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുമ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൊടുത്ത് അങ്ങനെ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സ്വർഗത്തിലും ഈ രീതിയിൽ തന്നെ നല്ല ഊഷ്മളമായ ബന്ധത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ജീവിതത്തിൽ എല്ലാവിധ സംതൃപ്തിയും സമാധാനവും റബ്ബ് നൽകുമാറാവട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ അല്ല. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സമാധാനവും ശരീരസുഖവും നൽകി ആരോഗ്യപൂർണമായി ദീർഘായുസ്സേകി അവരെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരിൽ എല്ലാവിധ സമാധാനവും സംതൃപ്തിയും ഒരുമയും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.